ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ ഫുൾ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മനോരമ പേടിച്ച് പേടിച്ച് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ. കാരണം ശ്രുതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മനോരമക്ക് ആകെ ടെൻഷൻ ആവാണ്. ഇനി ആ ഗുണ്ടകളുടെ കയ്യിലെങ്ങാനും അവൾ പെട്ടോ, അവൾക്ക് ഇതിൽ അപകടം പറ്റുമോ, ഇനിയിപ്പോൾ നിന്നിട്ടൊക്കെ നോക്കി നിന്നിട്ട് കാര്യമില്ല, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, അതിനു മുമ്പ് വീട്ടിലെല്ലാവരുടെ അടുത്തും കാര്യം പറയണമല്ലോ. അതാണ് മനോരമ ആ സത്യം എല്ലാത്തും പറയാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴും കറക്റ്റ് സമയത്ത് ശ്രുതി അവിടെ വരുന്നുണ്ട്. ആ ആന്റി ഞാൻ വന്നു എന്ന് പറയാണ്. ശ്രുതിനെ കാണുമ്പോൾ മനോരമ ഒരു ഒരു എന്ന് പറഞ്ഞ് ശ്വാസം എടുക്കുന്ന ഒരു കാഴ്ച കേട്ടോ. മനോരമക്ക് ശരിക്കും ഭയങ്കര എന്താ പറയുക, വിഷമവും സങ്കടവും ഒക്കെ വരും കേട്ടോ. മനോരമ പറഞ്ഞിട്ട് അത് വേറൊന്നുമല്ല, ഞാനിവിടെ വീട്ടിലിങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് തടി തപ്പോ എങ്ങനെയെങ്കിലൊക്കെ. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഞ്ജലി ചോദിക്കണ്ടല്ല, ശ്രുതി നീ എന്താ ആകെ ടെൻഷനായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കണത്, എന്ത് പറ്റി ശ്രുതി നിനക്കും ചോദിക്കുമ്പോ ഒന്നില്ല അഞ്ജലി ചേച്ചി, ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വന്നേ. അതായിരിക്കും മനോരമ ആന്റി പറയാൻ. മനോരമ ആന്റിയെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം ഒന്ന് പറയാനായിട്ട്. അത് നീ ഞങ്ങൾക്ക് പറഞ്ഞാണല്ലോ. ഓ അതെയോ, ഞാൻ അത് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വണ്ടി ഒന്നും കിട്ടിയില്ല, അപ്പൊ ഓടിയൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ ആയത്. എന്റെ ശ്രുതി നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ശരി എന്നാ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ശ്രുതി റൂമിലേക്ക് പോകുന്ന ശ്രുതിയുടെ തൊട്ടു പിന്നാലെ മനോരമയും പോകുന്നുണ്ട്. മനോരമ വാതിലടക്കാണ്. ശ്രുതി നീ എവിടെയായിരുന്നു, ഇന്നലെ രാത്രി ഫുള്ള് നിന്നെ കാണാനില്ലായിരുന്നു, ഞാൻ എന്തുമാത്രം ടെൻഷനായി എന്നറിയാവോ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് എന്നിട്ട് മനോരമനെ അവിടുത്തെ എന്തിനു പറഞ്ഞോ, ഇല്ല ഞാൻ അതിനു മുമ്പേ നിന്റെ അമ്മായി ഇങ്ങോട്ട് പറഞ്ഞു നീ അവിടെ ഇല്ല, നീയും പ്രീതി ഇവിടെ സുഖമായിട്ട് ഇരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി നീ അവിടെ എത്തിയിട്ടില്ലെന്ന്. എവിടെയായിരുന്നു ശ്രുതി, നിനക്ക് എന്താ സംഭവിച്ചത്, ഒന്ന് പറ ശ്രുതി എന്ന് മനോരമ പറയുമ്പോഴേക്കും ശ്രുതി പൊട്ടിക്കാരനോട് പറയുന്നുണ്ട്. ആന്റി ഞാൻ ഇന്നലെ അശ്വിൻ സാറിനെ കണ്ടു ആന്റി എന്ന് പറയാണ്. കുഞ്ഞിനെ നീ കണ്ടോ, സത്യമായിട്ടും നീ കണ്ടോ ശ്രുതി? കണ്ടു ആന്റി, കണ്ടു, നമ്മുടെ അശ്വിൻ സാറിനെ ഞാൻ കണ്ടു ആന്റി. എന്നിട്ട് അശ്വിൻ സാറ് ഞാനും കൂടി രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തതാ, പക്ഷെ ഗുണ്ടകൾ പിടി അവസാനം സംഭവിച്ച കാര്യം എടുത്ത് പറയണം. അതായത് ശ്രുതി ഇറങ്ങി, വാങ്ങിയ ക്ഷീണം കാരണം, അതാ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തോണ്ട് അങ്ങനെ ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിപ്പോയപ്പോഴേക്കും ശ്രുതിനെ അവിടെ കെടുത്തിട്ട് അശ്വിൻ ഗുണ്ടകൾക്ക് പിടി കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് ചെയ്തത്, തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം പറയാണ് ശ്രുതിയുടെ അടുത്ത്. മനോരമ ശ്രുതി പറയാട്ടോ. മനോരമ പാപ്പത്തിനെ പൊട്ടിക്കാരെ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാറിന്റെ കണ്ടു നിൽക്കാൻ പറ്റില്ല ആന്റി, അശ്വിൻ സാറിനെ ഒരുപാട് അവര് തല്ലി ചതച്ചു, അശ്വിൻ സാർ ആകെ ഭക്ഷണവും കഴിക്കാണ്ട് മരുന്നും കഴിക്കാണ്ടൊക്കെ ആകെ വല്ലാത്ത പോലത്തെ അവസ്ഥയിലായെന്ന് പറയുമ്പോ, അപ്പോൾ കുഞ്ഞിനെ ഒരുപാട് അവര് ഉപദ്രവിച്ചോ, എന്റെ കുഞ്ഞിനെ അവർ ഉപദ്രവിച്ചോ? അതെ ആന്റി, ഒരുപാട് ഉപദ്രവിച്ചു. ഈശ്വര, ഞാൻ എന്റെ മോനെ പോലെ തന്നെയാ അവനെയും കാണുന്നത്, നിനക്കറിയാവോ, ഞാൻ അങ്ങനെ അവനെ കാണുമ്പോൾ പേടിയൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയാവോ, എന്റെ ആകാശിനെ പോലെ തന്നെയാ അശ്വിനും, നിനക്കതറിയാവോ? എനിക്കറിയാം ആന്റി, ആന്റിക്ക് ഈ വീട്ടിലെല്ലാവരും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ ആന്റി. പക്ഷെ എനിക്ക് എന്റെ അശ്വിൻ സാറെ കണ്ടുപിടിക്കണം ആന്റി, എനിക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം, അതിനിപ്പോ എന്താ ആന്റി ചെയ്യാ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി പൊട്ടിക്കരയുമ്പോൾ മനോരമ ശ്രുതിനെ കെട്ടിപ്പിടിക്കട്ടെ. മോളെ നീ കരയണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം, നോക്ക് നിന്റെ മാത്രല്ല ഈ വീട്ടിലെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവനെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ, ജീവനോടെ തന്നെ അവനെ നമ്മൾ ഇവിടെ എത്തിക്കും, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയണം. അങ്ങനെ മനോരമ ഇങ്ങനെ ചോദിക്കണ്ടേ, എല്ലാ ശ്രുതി നിനക്ക് ആ സ്ഥലം കണ്ടാൽ മനസ്സിലാവുമല്ലോ, നമുക്ക് ആ സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് ആന്റി, ഞാൻ അവിടെ ആ സ്ഥലത്ത് പോയത് കൊണ്ട് അശ്വിൻ സാറിന് അവരിപ്പോ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടാവില്ലേ? ഓ അത് ശരിയാണല്ലോ, പറഞ്ഞ പോലെ ആ കാര്യം ഞാൻ മറന്നുപോയി. അല്ല, ആ കയ്യിൽ ടാറ്റു അടിച്ച ആളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലോ? അത് ശരി ആന്റി, ആ കയ്യിൽ ടാറ്റു, ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി ആന്റി. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ എന്താ ശ്രുതി, നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ഇതുപോലെ ടാറ്റു അടിച്ച ആളുടെ ടാറ്റു സെന്റർ 2-3 സ്ഥലത്തല്ലേ ആകെയുള്ളൂ, അവിടേക്ക് ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഈ ഡിസൈന് ടാറ്റു ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ നമുക്ക് അറിയാലോ എന്ന് പറയണം. അങ്ങനെ മനോരമയും ശ്രുതിയും കൂടി ടാറ്റു അന്വേഷിച്ച് ഇങ്ങനെ പോകുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ മനോരമയും ശ്രുതിയും കൂടി അവസാനം അയാളെ വീട്ടിൽ, അതായത് ടാറ്റു ആ ഗുണ്ടയുടെ വീട്ടിലെത്തുന്നുണ്ട്. ആ വീട്ടിലെത്തിയിട്ടാണ് പിന്നീട് അശ്രുതി വീണ്ടും അശ്വിന്റെ അടുത്തേക്ക് പോകുന്ന ഭാഗമൊക്കെ അപ്പോഴാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും നമ്മുടെ ഹിന്ദിയിലുള്ള ഈ ഭാഗങ്ങളൊന്നും മലയാളത്തിലില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി എന്തായാലും അശ്വിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മനോരമ പറഞ്ഞ ഞാൻ നിന്റെ കൂടെ നിൽക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി നമ്മുടെ സച്ചിനെ വിളിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സച്ചിയാണ് പിന്നീട് അശ്വിന്റെ അടുത്തേക്ക് പോണത്. എന്തായാലും ശ്രുതിക്ക് അവിടെ റോളില്ല. അപ്പൊ നമ്മുടെ ഹിന്ദിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ശ്രുതിനെ ശ്യാം നിലത്തേക്ക് ഉരുട്ടിയിടുന്നതും, അങ്ങനെ ശ്യാമായിട്ട് അശ്വിന് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ശ്രുതിനെ കൊക്കയിലേക്ക് ഇടുന്നതും അതുപോലെ തന്നെ അശ്വിൻ രക്ഷിക്കണതും, അശ്വിന്റെ വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ ശ്രുതിനെ അങ്ങനെ വണ്ടി കയറാൻ വേണ്ടി ശ്യാം റോഡിന്റെ നടുക്ക് കൂടി കിടത്തില്ലേ, അതൊന്നും എന്തായാലും ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആണ്. എന്തായാലും സച്ചി വരുന്നുണ്ട്. സച്ചി വരുമ്പോഴേക്കും
ശ്രുതിയുടെ അടുത്ത് ശ്രുതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ടാറ്റു ഇങ്ങനെ കയ്യിൽ ഒട്ടിച്ച ഒരാളാണ്, പിന്നെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കണ്ടതും കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ അശ്വിൻ എന്തായാലും കണ്ടുപിടിച്ച് ഞാൻ ശ്രുതിക്ക് തരാം, നീ വിഷമിക്കേണ്ട, എനിക്ക് മനസ്സിലായി നിനക്ക് അശ്വിൻ സാറിനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി ശ്രുതി, അങ്ങേർക്ക് നിന്നോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നിന്റെ സ്നേഹം കണക്കിലെടുത്തോണ്ട് മാത്രമാണ് ഞാൻ അശ്വിനെ അന്വേഷിച്ചു പോണത്. അപ്പൊ ശ്രുതി പറയണ്ട, എനിക്കറിയാം സച്ചിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെടാൻ പോവാണ്, സച്ചിയേട്ടൻ ഇപ്പൊ അവിടെ പോകുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അശ്വിനെ കണ്ടുപിടിച്ചേ പറ്റൂ സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, എത്ര റിസ്ക് ആണെങ്കിലും അശ്വിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയണം. ശരി സച്ചിയേട്ടാ, നീ വിഷമിക്കാതെ, ഞാൻ ഇന്ന് തന്നെ സച്ചിനെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പ് കൊടുക്കാണ് സച്ചി കേട്ടോ. അങ്ങനെയാണ് അശ്വിനെ സച്ചി കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കാൻ മാത്രമല്ല അവിടെ ഗുണ്ടകളെയൊക്കെ അടിച്ച് നിലം പതിച്ചാക്കുവാണ്. അതേസമയം നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ അതായത് തിങ്കളാഴ്ച അശ്വിനെ ഒരുപാട് ഗുണ്ടകൾ അടിക്കുമ്പോൾ ശ്യാം അവിടെ ഒരു മൂലക്ക് മാറി നിൽക്കുന്നുണ്ടാവും. അത് ഇരുട്ടിലാണ് മാറി നിൽക്കുക. അപ്പൊ ശ്യാമിനെ കാണുന്നില്ല അശ്വിൻ. ശ്യാമിന്റെ ചെവിയും കഴുത്തും മാത്രമേ കാണുന്നുള്ളൂ. അവിടെ മാത്രമേ ചെറിയൊരു വെളിച്ചം വരുന്നുള്ളൂ. പക്ഷെ ശ്യാമാണ് ഇതിന്റെ പിന്നിലൊന്നും അശ്വിന് അപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് മനസ്സിലാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ശ്യാം ഒരുപാട് കള്ളത്തരവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാണ്. അതെന്താന്നുള്ളത് ഒരു വലിയൊരു കഥയാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറയാം. കാരണം ഇതിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയി പോകും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാം കേട്ട് ഇപ്പൊ ഹിന്ദിയിലെ ഫുൾ ഭാഗങ്ങൾ മാറ്റിയത് കൊണ്ട് നമ്മുടെ മലയാളത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹിന്ദിയിൽ എത്രത്തോളം ഭാഗങ്ങൾ പറഞ്ഞ അത്രത്തോളം ഇതിൽ എത്രത്തോളം വരുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വീട്ടിലെത്തിക്കേണ്ടുള്ള ഭാഗങ്ങളൊക്കെ ഹിന്ദിയിലെ പോലെ തന്നെ ഇനി വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ ഒരുപാട് ലോങ് എപ്പിസോഡ് ആണല്ലോ ഈ തട്ടിക്കൊണ്ട് പോവല്ലേ, അത്രയും ലോങ് ആക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞത്. ഏതായാലും ഹിന്ദി വെച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ ഇനിയും ഉണ്ട് ഒരുപാട് എപ്പിസോഡ്, ഒരു 1.5 ആഴ്ചയോളം ഇനിയും ഉണ്ടായിരുന്നു. അപ്പൊ മലയാളത്തിൽ 2 ദിവസം കൂടി ഇനിയിപ്പോ തട്ടിക്കൊണ്ട് പോലെ എപ്പിസോഡ് ഉള്ളൂ. എന്തായാലും അശ്വിൻ എല്ലാവരുടെ മുമ്പിൽ തന്നെയാണ് ശ്യാമിന്റെ മോഖം അടിച്ചു പൊട്ടിക്കണത്. അശ്വിൻ മാത്രമല്ല കേട്ടോ, രസം അതല്ല, ശ്രുതിയും അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ശ്യാമിന്റെ ആ കള്ളത്തരം മനസ്സിലാക്കണം. മനോരമക്കൊക്കെ ശ്യാമിനൊന്ന് കടിച്ച് കീറാനുള്ള ദേഷ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനോരമ ഇതോടുകൂടി ശ്രുതിനെയും പ്രീതിനെയൊക്കെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും അവരെ കീറസാരിക്കാരി ഡ്യൂപ്ലിക്കേറ്റ് മരുമകൾ എന്നൊക്കെ ഇപ്പൊ തന്നെ പറയുന്നുണ്ടെങ്കിലും അവരൊരുപാട് സ്നേഹിക്കുന്നുണ്ട് മനോരമ. മാത്രമല്ല ഈ ശ്യാമിനെ കുറിച്ചുള്ള എല്ലാ സത്യവും ശ്രുതി എനിക്കെടുത്ത് പറയും. അതായത് അടുത്ത ദിവസം തന്നെ എനിക്കെടുത്ത് പറയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം. അപ്പോഴാണ് എനിക്ക് പറയണത്, ഇപ്പൊ പറഞ്ഞ അഞ്ജലി ചേച്ചി പറയാൻ പറ്റില്ല, കാരണം അഞ്ജലി ചേച്ചി പ്രഗ്നന്റ് ആണല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് പറയാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ശ്യാം ആണെങ്കിൽ ശ്യാമിനെ ഭയങ്കര പേടിയാവാണ് ഈ ശ്രുതി എങ്ങനെ സത്യങ്ങളൊക്കെ പറയുമെന്ന്. ശ്യാം ഒരു മുറം മുമ്പേ കയറിടുവാണ് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ ഇപ്പൊ നീ സത്യം ഒന്നും പറയാൻ നിൽക്കരുത്, അശ്വിൻ എവിടെയാണ് എന്താണെന്ന് നീ പറയാൻ നിൽക്കരുത്, പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, അഞ്ജലിയുടെ കുഞ്ഞിനെ അത് ബാധിക്കും, നിനക്കറിയാലോ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും പ്രസവ സമയത്ത് അവരുടെ വയറ്റിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ ആ കുഞ്ഞെന്തെങ്കിലും സംഭവിച്ചാൽ അഞ്ജലിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇപ്പൊ സത്യങ്ങളൊന്നും അഞ്ജലിയുടെ അടുത്ത് പറയാൻ പാടില്ല എന്ന്. ബട്ട് ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ സെന്റിമെന്റ്സ് അടിക്കാണ് ശ്രുതിയുടെ അടുത്ത്. ശ്രുതി അതിൽ വീഴുകയും ചെയ്യട്ടോ. ശരിയാ, വേണ്ട, ആ അഞ്ജലി ചേച്ചിക്ക് കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത്, അഞ്ജലി ചേച്ചി പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് സത്യങ്ങൾ പറയാന്ന് ശ്രുതി വിചാരിക്കുകയാണ്. പക്ഷെ അതല്ല രസം. ഈ പറയുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഈ ശ്യാം തന്നെയാണ് അവസാനം അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണമാണത്. അപ്പോഴാണ് അഞ്ജലി ഈ ശ്യാമിനെ പിടിച്ച് പുറത്താക്കാൻ പോണത് കേട്ടോ. എന്തായാലും അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.